കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ കേരളത്തിൽ പാദപൂജ വിവാദത്തിന് തിരികൊളുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭാരതാംബയും ഗുരുപൂജയും ഭാരതത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണെന്നും ഗവർണർ. അതേസമയം സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കളുടെ അടക്കം കാൽ കഴുകിച്ചതിൽ നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ്. സർവീസ് റൂൾ പ്രകാരം നടപടി നേരിടേണ്ടി വരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികളിൽ അടിമത്വ മനോഭാവം അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാദപൂജ RSS സംസ്കാരമാണെന്നും ഗവർണർ അല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നും KSUവും വ്യക്തമാക്കി. The patriotism, the nationalism, the honor for our culture, honor for our deeds, our dharma, Sanatana dharma, and all those things are needed to be here. Many a times we say that our generation do not have these teachings. They do not know what is our culture. They do not know what is the puja. They do not know why namaskar has to be done. Who are responsible for this? We all are responsible. Do we have this type of samskara in our family? If we do not have this samskara, then why to blame our children? ഇത് RSSന്റെ അജണ്ടയാണ് ഗവർണറുടെ വായിലൂടെ വന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകൻ്റെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ പോലുള്ള ഭരണത്തറ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണിത് പറയുന്നതെന്നുള്ളവർ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിയിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖരന്റെ റിപ്പോർട്ട് കാണാം. ഭാരതാംബ വിവാദത്തിന് പിന്നാലെ പാദപൂജയെ കൂടി ന്യായീകരിച്ച് ഗവർണർ രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ബാലഗോകുലത്തിന്റെ 50ാമത് വാർഷികത്തിലാണ് ഗവർണർ ഗുരുപൂജയെ ന്യായീകരിച്ചത്. ഗുരുപൂജ ഭാരത സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണെന്നാണ് പ്രധാനമായും ഗവർണറുടെ നിലപാട്. എന്നാൽ അദ്ദേഹത്തെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വി ശിവൻകുട്ടിയും രംഗത്തെത്തി. പ്രധാനമായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഇത് സനാതന ധർമ്മകാലത്തെ ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ ഭാഗമാണെന്നാണ്. എന്നാൽ ഇത് നീചമായ ഒരു നടപടിയാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. കുട്ടികളെ കൊണ്ട് കാൽ കഴിയിക്കുക എന്നത് നീചമായ നടപടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തുകയും ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. ശേഷം നടപടി സ്വീകരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ സ്വകാര്യ സ്കൂളാണ് ഇത് നടത്തി എന്നതുകൊണ്ട് സർക്കാരിന് ചില പരിമിതികളുണ്ട്. അത് എങ്ങനെ വേണമെന്നത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് മന്ത്രിയുടെ നിലപാട്. കോൺഗ്രസും ഗവർണറുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഗവർണറുടെ ഈ ന്യായീകരണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. അദ്ദേഹം കേരള സംസ്ഥാനത്തെ തന്നെ ഇത്തരത്തിൽ അപമാനിക്കുകയാണ് എന്നതായിരുന്നു KC വേണുഗോപാലിൻ്റെ വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗവർണർ എന്ത് പറഞ്ഞാലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ പാദപൂജ നടത്താൻ അനുവദിക്കില്ല എന്നതാണ് KSUവിൻ്റെ നിലപാട്. പക്ഷേ ഗവർണറുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാട് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ഭാരതാംബ വിവാദത്തിന് ശേഷം വീണ്ടും പാദപൂജ വിവാദം കൂടി കടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാരും രാജ്ഭവനും രണ്ട് തട്ടിലാകുന്ന സാഹചര്യമാണ്.